സുഹൃത്തുക്കളെ, ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐക്ക് സമൂഹത്തെ നശിപ്പിക്കാനും മനുഷ്യരാശിയെ ഇല്ലാതാക്കാനും കഴിയും. അത് സത്യമാണോ? നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് തെറ്റായി സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വീഡിയോയിൽ തെറ്റുകൾ മൂലമുണ്ടാകുന്ന ചില അത്ഭുതകരവും അപകടകരവുമായ സാഹചര്യങ്ങൾ നമ്മൾ പര്യവേഷണം ചെയ്യും. ഇന്ന് ChatGPT മുതൽ നിരവധി സേവനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അത് കാര്യങ്ങൾ എളുപ്പകരമാക്കുന്നു, ശരിയാണ്. എന്നാൽ എങ്ങനെ അപകടകരമാകുമെന്നതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് ജനാധിപത്യത്തിനും സ്വകാര്യതയ്ക്കും ഹാനികരമാകുമെന്നും അല്ലെങ്കിൽ മനുഷ്യവംശനാശത്തിലേക്ക് നയിക്കുമെന്നും ആളുകൾ പറയുന്നു. എന്നാൽ ഈ ആശയങ്ങൾ പലപ്പോഴും അവ്യക്തമാണ്. യഥാർത്ഥത്തിൽ അപകട സാധ്യതകൾ എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ആദ്യം എന്താണ് എന്നത് നമ്മൾ അറിഞ്ഞിരിക്കാം. വർഷങ്ങളായി മനുഷ്യർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നു. നമ്മൾ അവർക്കായി നിർദ്ദേശങ്ങൾ എഴുതി. ഇതിനെ കോഡിംഗ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സ്വന്തമായി പഠിക്കുന്ന സോഫ്റ്റ്വെയർ നമുക്കുണ്ട്. നമ്മൾ അതിന് ധാരാളം ഡാറ്റകൾ നൽകുന്നു. അത് കാര്യങ്ങൾ സ്വന്തമായി മനസ്സിലാക്കുന്നു. ഈ പ്രക്രിയ ഒരു ബ്ലാക്ക് ബോക്സ് പോലെയാണ്. കാരണം ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നില്ല. മനുഷ്യരെ പോലെ ഒരു തരത്തിൽ ബുദ്ധിമാനാണ്, പക്ഷേ കൃത്രിമമാണ്. ഇത് ശക്തവും എല്ലാം മാറ്റാൻ കഴിയുന്നതുമാണ്, പക്ഷേ അത് അപകടകരമാകുന്നതും അതുകൊണ്ടാണ്. എങ്ങനെ അപകടകരമാകുമെന്നതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. പ്രവചന പോലീസിംഗ്. പ്രിഡിക്റ്റീവ് പോലീസിംഗ് അർത്ഥമാക്കുന്നത് ആർക്കൊക്കെ കുറ്റകൃത്യം ചെയ്യാമെന്ന് പ്രവചിക്കാൻ ഉപയോഗിക്കുന്നു എന്നതാണ്. അമേരിക്കയിലൊക്കെ ഇതിൻ്റെ പഠനങ്ങളൊക്കെ കൂടുതലാണ്. മുഖങ്ങൾ, ശബ്ദങ്ങൾ, ചലനങ്ങൾ എന്നിവ പോലുള്ള ഡാറ്റ ഇത് വിശകലനം ചെയ്യുന്നു. ഇത് കുറ്റകൃത്യങ്ങൾ തടയുമെന്ന് ചിലർ കരുതുന്നു. പക്ഷേ ഇത് ഒരു വലിയ പ്രശ്നമാണ്. ഇത് സ്വകാര്യതയെ ആക്രമിക്കുകയും തെറ്റായ അറസ്റ്റിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് വിദഗ്ധനായ കാർമെ ആർട്ടിഗാസ് പറയുന്നു. കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ ആളുകൾ നിരപരാധികളാണ്. ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുന്നതും പ്രവചിക്കുന്നതും അടിസ്ഥാന അവകാശങ്ങളെ ലംഘിക്കും. ബഹുജന നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് സ്വകാര്യതയ്ക്കും നീതിക്കും ഹാനികരമാകും. അത്തരം അപകട സാധ്യതകൾ ഒഴിവാക്കുകയും ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ഇതിൽ നിങ്ങൾ യോജിക്കുന്നില്ലേ? അഭിപ്രായം അറിയിക്കൂ. US കുറ്റകൃത്യങ്ങൾ പരിഹരിക്കാൻ പോലീസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കേസിൽ ഡെട്രോയിറ്റിലെ പോലീസ് ഒരു സംശയിക്കപ്പെടുന്നയാളുടെ ഫോട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് രേഖകളുമായി താരതമ്യം ചെയ്യാൻ ഉപയോഗിച്ചു. എന്നാൽ ഒരു തെറ്റ് ചെയ്തു. തെറ്റായ ആളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് അത് നയിച്ചു. മോചിക്കപ്പെടുന്നതിന് മുമ്പ് അയാൾ ഒരു രാത്രി ജയിലിൽ കിടന്നു. അതെ, അവിടെ നിരപരാധി ജയിലിൽ ഒരു ദിവസം കിടക്കേണ്ടി വന്നു. സുഹൃത്തുക്കളെ, ക്ക് പോലീസിനെ സഹായിക്കാൻ കഴിയും, പക്ഷേ അത് ദുരുപയോഗം ചെയ്യാനും കഴിയും. പോലീസ് വളരെയധികം വ്യക്തിഗത ഡാറ്റ ശേഖരിക്കുകയും നിരപരാധികളെ ട്രാക്ക് ചെയ്യുകയും ചെയ്തേക്കാം. ഇത് നിർത്താൻ കുറ്റകൃത്യങ്ങൾ പ്രവചിക്കാൻ ഉപയോഗിക്കുന്നത് EU നിരോധിച്ചിരിക്കുന്നു. EU എന്നത് 27 യൂറോപ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക യൂണിയനായ യൂറോപ്യൻ യൂണിയനെയാണ് സൂചിപ്പിക്കുന്നത്. വ്യാപാരം, മനുഷ്യാവകാശങ്ങൾ, സാങ്കേതിക നിയന്ത്രണം എന്നിവയുൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ നിയമങ്ങളും നയങ്ങളും സൃഷ്ടിക്കാൻ ഈ രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. മുകളിൽ പറഞ്ഞ സന്ദർഭത്തിൽ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുന്നുണ്ടെന്നും ആളുകളുടെ സ്വകാര്യതയ്ക്ക്, അവകാശങ്ങൾക്കോ സ്വാതന്ത്ര്യത്തിനോ ദോഷം വരുത്തുന്നില്ലെന്നും ഉറപ്പാക്കിക്കൊണ്ട് EU നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രവചിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആളുകളെ വിധിക്കേണ്ടതെന്ന് അവർ വിശ്വസിക്കുന്നു. പോലീസിന്റെ കാര്യത്തിൽ ഇവിടെയും കൊണ്ട് ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്യാമറ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. അതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും പല നിരപരാധികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഹെൽമറ്റ് വെച്ച് കൃത്യമായി വണ്ടി ഓടിക്കുന്നവരുടെ അഡ്രസ്സിലേക്ക് അവരുടെ പോലും അല്ലാത്ത വാഹനത്തിന്റെ പെനാൽറ്റി എത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. അടുത്തതായി നമുക്ക് തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് സംസാരിക്കാം. വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പുകളെ ദോഷകരമായി ബാധിക്കും. ഉദാഹരണത്തിന്, നേതാക്കൾ ഒരിക്കലും പറയാത്ത കാര്യങ്ങൾ പറയുന്ന വ്യാജ വീഡിയോകൾ സൃഷ്ടിക്കാൻ ക്ക് കഴിയും. ഇപ്പോൾ മനുഷ്യർക്ക് ഈ വ്യാജ വീഡിയോകൾ തിരിച്ചറിയാൻ കഴിയും, പക്ഷേ സാങ്കേതിക വിദ്യ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭാവിയിൽ വ്യാജ കോളുകൾ ആളുകളോട് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ വ്യാജ വീഡിയോകൾ തിരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം നടക്കുന്നുണ്ടെന്ന് ആളുകളെ വിശ്വസിപ്പിച്ചേക്കാം.
ഇത് ആളുകൾക്ക് തിരഞ്ഞെടുപ്പുകളിൽ വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഇടയാക്കും. ഇത് നിർത്താൻ ചില സർക്കാരുകൾ നിയമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കാലിഫോർണിയയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ AI നിർമ്മിച്ച വ്യാജ ഉള്ളടക്കം ലേബൽ ചെയ്യുകയോ നീക്കം ചെയ്യുകയോ ചെയ്യണം. യൂറോപ്പിൽ AI നിർമ്മിച്ച ഏതൊരു ഉള്ളടക്കത്തിനും അത് വ്യാജമാണെന്ന് കാണിക്കാൻ മറഞ്ഞിരിക്കുന്ന അടയാളങ്ങൾ ഉണ്ടായിരിക്കണം. ഇതിന് നമുക്ക് പരിചിതമായ ഒരു ഉദാഹരണം നൽകാം. നിങ്ങൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. പുതിയ യൂട്യൂബ് പോളിസി നോക്കിയാൽ മതി. അതായത് തെറ്റായ വിവരങ്ങൾ തടയുന്നതിനായി AIയിൽ സൃഷ്ടിച്ച വ്യാജ ഉള്ളടക്കത്തിന്റെ വർധനവ് യൂട്യൂബിന്റെ പുതിയ നയം അഭിസംബോധന ചെയ്യുന്നു. കാഴ്ചക്കാരെ തെറ്റിദ്ധരിപ്പിച്ചേക്കാവുന്ന ഏതൊരു AIയിൽ സൃഷ്ടിച്ചതോ കൃത്രിമമായി നിർമ്മിച്ചതോ ആയ ഉള്ളടക്കത്തെ സ്രഷ്ടാക്കൾ വ്യക്തമായി ലേബൽ ചെയ്യണമെന്ന് ഇപ്പോൾ ഇത് ആവശ്യപ്പെടുന്നുണ്ട്. ഈ നയം സുതാര്യത ഉറപ്പാക്കുകയും യഥാർത്ഥ ഉള്ളടക്കവും AIയിൽ സൃഷ്ടിച്ച ഉള്ളടക്കവും തമ്മിൽ വേർതിരിച്ചറിയാൻ കാഴ്ചക്കാരെ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിന് കാരണം AI ഉണ്ടാക്കിയേക്കാവുന്ന വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് ധാരണ ഉള്ളതിനാലാണ്. അടുത്തത് നമുക്ക് സോഷ്യൽ സ്കോറിംഗ് നോക്കാം. ആളുകളുടെ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യാനും അവർക്ക് ഒരു സ്കോർ നൽകാനും സോഷ്യൽ സ്കോറിംഗ് AI ഉപയോഗിക്കുന്നു. ആർക്കാണ് വായ്പ, വീട് അല്ലെങ്കിൽ പൊതുസേവനം ലഭിക്കുന്നത് എന്നിങ്ങനെ ഈ സ്കോർ ബാധിച്ചേക്കാം. ചില രാജ്യങ്ങളിൽ ആളുകൾ ഓൺലൈനിൽ എന്താണ് ചെയ്യുന്നതെന്നും അവർ പണം എങ്ങനെ ചെലവഴിക്കുന്നുവെന്നും സർക്കാരിനെ കുറിച്ച് പരാതിപ്പെടുന്നുണ്ടോ എന്നും നിരീക്ഷിക്കാൻ സർക്കാരുകൾ AI ഉപയോഗിക്കുന്നുണ്ട്. US പോലും ക്രെഡിറ്റ് സ്കോറുകൾ സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അവ ഉപയോഗപ്രദമാകുമെങ്കിലും വിവേചനത്തിനും കാരണമായേക്കാം. US കമ്പനികൾ ധാരാളം വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ, വായ്പകൾ, ഭവനം, ജോലികൾ, ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളെ ബാധിക്കുന്ന സ്കോറുകൾ നൽകാൻ അവർ ഇതുപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ കൂടുതൽ വ്യക്തിഗത ഡാറ്റ ശേഖരിക്കപ്പെടുന്നു. നമ്മൾ എന്തു വാങ്ങുന്നു, എവിടേക്ക് പോകുന്നു, ഓൺലൈനിൽ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. വായ്പകൾ, ജോലികൾ അല്ലെങ്കിൽ സേവനങ്ങൾ പോലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്കോറുകൾ സൃഷ്ടിക്കാൻ AIക്ക് ഈ ഡാറ്റ ഉപയോഗിക്കാം. നിങ്ങൾ ജോലി ചെയ്യുന്ന രീതി, നിങ്ങളുടെ മുഖഭാവങ്ങൾ, നിങ്ങൾ മറ്റുള്ളവരുമായി എങ്ങനെ ഇടപഴകുന്നു എന്നിവ ട്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് നിയമനം ലഭിക്കുമോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കുമോ എന്ന് തീരുമാനിക്കാൻ തൊഴിലുടമകൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. ഇന്ത്യയിൽ വായ്പകൾക്ക് ഇതിനകം ക്രെഡിറ്റ് സ്കോറുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവ ചിലപ്പോൾ അന്യായമായിരിക്കാം. ചൈനയിൽ ആളുകൾക്ക് ഒരു സ്കോർ നൽകാൻ AI ഉപയോഗിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ജീവിതത്തിലെ പല കാര്യങ്ങളെയും ഈ സ്കോർ ബാധിക്കുന്നു. ഇന്ത്യയിൽ ഇതുവരെ ഈ സംവിധാനം ഇല്ലെങ്കിലും ആളുകളുടെ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യാൻ AI കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. AI വളരെയധികം ട്രാക്ക് ചെയ്യാൻ തുടങ്ങുകയും ആളുകളുടെ സ്വകാര്യത ലംഘിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ ഇതുവരെ പൂർണ്ണമായ സോഷ്യൽ സ്കോറിംഗ് സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ AIയുടെ നിയമങ്ങളെക്കുറിച്ച് സർക്കാർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. AI വളരുമ്പോൾ അത് ആളുകളുടെ ജീവിതത്തിനോ അവകാശങ്ങൾക്കോ ദോഷം വരുത്തില്ലെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. ഭാവിയിൽ ശക്തമായ AI ഉള്ളതിനാൽ യൂറോപ്പിലും US നിയമനിർമ്മാതാക്കൾ ഇതിനെക്കുറിച്ച് ആശങ്കാകുലരാണ്. AI എന്നത് നിരവധി അഭിപ്രായങ്ങളുള്ള ഒരു വിഷയമാണ്. അടുത്തിടെ AI ഗവേഷകർക്ക് നോബൽ സമ്മാനം വരെ ലഭിച്ചു. പക്ഷേ പലരും ഇപ്പോഴും AIയുടെ അപകട സാധ്യതകളെക്കുറിച്ച് ആശങ്കാകുലരാണ്. അടുത്തത് നമുക്ക് ആണവ ആയുധങ്ങളെക്കുറിച്ച് സംസാരിക്കാം. പല സിനിമകളും അപകടങ്ങൾ കാണിക്കുന്നു, പക്ഷേ യഥാർത്ഥ സ്ഥിതി വ്യത്യസ്തമാണ്. AI ചിലപ്പോൾ വിരസമായി തോന്നുമെങ്കിലും അത് അപകടകരവുമാകാം. ഉദാഹരണത്തിന് പ്രവചനാത്മക പോലീസിംഗും സോഷ്യൽ സ്കോറിംഗ് സംവിധാനങ്ങളും അപകടകരമാണ്. ആണവ ആയുധങ്ങൾ അതിലും വലിയ ആശങ്കയാണ്. ഇത് ടെർമിനേറ്റർ എന്ന സിനിമയിൽ സ്കൈനെറ്റ് എന്ന AI സിസ്റ്റം സ്വയം അവബോധമുള്ളതായി തീരുകയും ഒരു ആണവ ആയുധം ആരംഭിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ ജീവിതത്തിൽ യുദ്ധം പോലുള്ള നിർണായക തീരുമാനങ്ങളിൽ AIക്ക് അമിതമായ നിയന്ത്രണം ഉണ്ടെന്ന് സത്യമാണ്. വലിയ അളവിലുള്ള ഡാറ്റ വിശകലനം ചെയ്യുന്നതിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും AI വളരെ മികച്ചതാണ്. ഇത് മനുഷ്യരെക്കാൾ കൃത്യത ഉള്ളതായിരിക്കും. എന്നാൽ യുദ്ധത്തിൽ ഇത് അപകടകരമാണ്. മിസൈൽ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ സൈനിക നീക്കങ്ങൾ പോലുള്ള സാധാരണ പ്രവർത്തനങ്ങളെ AI ഭീഷണികളായി കണ്ടേക്കാം. അത് വളരെ വേഗത്തിൽ പ്രതികരിക്കുകയും തെറ്റായ തീരുമാനം എടുക്കുകയും ചെയ്തേക്കാം. ഉദാഹരണത്തിന് ഒരു AI തെറ്റായ അലാറം ഉയർത്തുകയും ഒരു ആണവ ആയുധം വിക്ഷേപിക്കാൻ ഒരു കമാൻഡ് പോലും അയക്കുകയും ചെയ്തേക്കാം. ഇത് വളരെ സാധ്യതയില്ല, പക്ഷേ ഇപ്പോഴും അത് സാധ്യമാണ്. ഇത് തടയാൻ നിയമനിർമ്മാതാക്കൾ സ്വയംഭരണ AI ആക്ട് വഴി ആണവ വിക്ഷേപണം തടയുക പോലുള്ള നിയമങ്ങൾ സൃഷ്ടിക്കുന്നു. ആണവ ആയുധങ്ങൾ എപ്പോൾ ഉപയോഗിക്കണമെന്ന് AI അല്ല, മനുഷ്യർ തീരുമാനിക്കണമെന്ന് ഈ നിയമം ഉറപ്പാക്കുന്നു. മറ്റ് രാജ്യങ്ങളും സമ്മതിക്കണമെന്ന് US ആഗ്രഹിക്കുന്നു. എന്നാൽ മറ്റ് ആയുധങ്ങളിൽ AI ഇതിനകം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഉക്രൈൻ, ഇസ്രയേൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏത് ലക്ഷ്യങ്ങളെയാണ് ആക്രമിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ AI സഹായിക്കുന്നു.
ഇത് യുദ്ധം വേഗത്തിലാക്കുന്നു, മാത്രമല്ല നിയന്ത്രിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. ഇനി നമുക്ക് നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. വെള്ളം, വൈദ്യുതി, ഭക്ഷണം, ആശയവിനിമയം തുടങ്ങിയ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണിവ. ഈ സംവിധാനങ്ങൾ പരാജയപ്പെട്ടാൽ ആളുകളുടെ ജീവൻ അപകടത്തിലാണ്. ഈ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് AI പ്രധാനമായി കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ജലശുദ്ധീകരണ പ്ലാന്റുകളിൽ AIക്ക് മനുഷ്യരെക്കാൾ നന്നായി പ്രശ്നങ്ങൾ കണ്ടെത്താനും രാസവസ്തുക്കൾ ക്രമീകരിക്കാനും കഴിയും. ട്രാഫിക് മാനേജ്മെന്റിൽ AIക്ക് സിഗ്നലുകൾ നിയന്ത്രിക്കാനും അപകടങ്ങളെയും കാലാവസ്ഥയെയും അടിസ്ഥാനമാക്കി ഗതാഗത പ്രവാഹം ക്രമീകരിക്കാനും കഴിയും. വൈദ്യുതി ഗ്രിഡുകളും മറ്റ് സംവിധാനങ്ങളും AI കൈകാര്യം ചെയ്യും. AI അലേർട്ടുകൾ നൽകുമ്പോൾ മാത്രമേ അറ്റകുറ്റപ്പണികൾക്കായി മനുഷ്യർ ഇടപെടുകയുള്ളൂ. AI സിസ്റ്റങ്ങൾക്ക് സാധാരണയായി സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേഗത്തിൽ മെച്ചപ്പെടുത്താനും കഴിയും. ഇത് ആവേശകരമായി തോന്നുന്നു, അല്ലേ? പക്ഷെ കാര്യങ്ങൾ തെറ്റായി പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഉദാഹരണത്തിന് ഒരു പവർ ഗ്രിഡ് പരാജയം സങ്കല്പിക്കുക. പരിമിതമായ ബാക്കപ്പ് പവർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് AI തീരുമാനിക്കും. ദരിദ്ര പ്രദേശങ്ങളെ അവഗണിച്ച് കൃത്യസമയത്ത് ബില്ലുകൾ അടയ്ക്കുന്ന സമ്പന്ന പ്രദേശങ്ങളിലേക്ക് മാത്രമേ ഇത് വൈദ്യുതി അയക്കൂ. രോഗികളോ പ്രായമായവരോ പോലുള്ള ദുർബലരായ ആളുകൾക്ക് ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. മറ്റൊരു പ്രശ്നം AI എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് നമുക്ക് എല്ലായ്പ്പോഴും അറിയില്ല എന്നതാണ്. ഉദാഹരണത്തിന് ഒരു ജലശുദ്ധീകരണ പ്ലാന്റിൽ സെൻസറുകൾ തെറ്റായ ഡാറ്റ നൽകിയാൽ AI സുരക്ഷിതമല്ലാത്ത വെള്ളം പുറത്തുവിട്ടേക്കാം. ആരെങ്കിലും പ്രശ്നം തിരിച്ചറിയുന്നതിന് മുമ്പ് ആളുകൾക്ക് അസുഖം വന്നേക്കാം. ട്രാഫിക് മാനേജ്മെന്റിനും AI ഉപയോഗിക്കുന്നു. ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പിശകുകൾക്ക് കാരണമായാൽ ഗതാഗതം കൂടുതൽ വഷളായേക്കാം. ആംബുലൻസുകളും ഫയർ ട്രക്കുകളും കാലതാമസം നേരിട്ടേക്കാം. ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും. നിർണായക മേഖലകളിൽ AIക്ക് തെറ്റുകൾ വരുത്താൻ കഴിയുമെന്ന് ഈ ഉദാഹരണങ്ങൾ കാണിക്കുന്നു. AI സുരക്ഷിതമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നമുക്ക് കർശനമായ നിയമങ്ങൾ ആവശ്യമാണ്. കമ്പനികൾ അവരുടെ സിസ്റ്റങ്ങൾ ന്യായവും പക്ഷാപാതരഹിതവും സുരക്ഷിതവുമാണെന്ന് തെളിയിക്കണം. നമ്മൾ ഇത് ചെയ്താൽ AIക്ക് നിരവധി നേട്ടങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ആശുപത്രികളെ സഹായിക്കാനും പുതിയ മരുന്നുകൾ കണ്ടെത്താനും കൃഷി മെച്ചപ്പെടുത്താനും ദുരന്തങ്ങൾ പ്രവചിക്കാനും ഇതിന് കഴിയും. ശരിയായ പരിചരണം നൽകിയാൽ എല്ലാവരുടെയും ജീവിതം മികച്ചതാക്കാൻ AIക്ക് കഴിയും. കേരളത്തെ അപേക്ഷിച്ച് കേരളത്തിൽ സേവനങ്ങളും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനായി വിവിധ മേഖലകളെ AI പരിവർത്തനം ചെയ്യുന്നു. ആരോഗ്യ സംരക്ഷണത്തിൽ രോഗങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഡോക്ടർമാരെ സഹായിക്കുകയും വിദൂര കൺസൾട്ടേഷനുകൾക്കായി ടെലിമെഡിസിൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. കൃഷിയിൽ കർഷകരെ വിളകൾ നിരീക്ഷിക്കാനും കാലാവസ്ഥ പ്രവചിക്കാനും കീടനാശിനി ഉപയോഗം ഒപ്റ്റിമൈസ് ചെയ്യാനും AI സഹായിക്കുന്നു. വെർച്വൽ ക്ലാസ് മുറികളും വ്യക്തിഗതമാക്കുന്ന AI അധിഷ്ഠിത പഠന പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിദ്യാഭ്യാസ മേഖല പ്രയോജനം നേടുന്നു. മികച്ച തീരുമാനം എടുക്കലിനായി ഡാറ്റ വിശകലനം ചെയ്തുകൊണ്ട് AI സർക്കാർ സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നു. അതേസമയം പോലീസ് നിരീക്ഷണത്തിനും കുറ്റകൃത്യ വിശകലനത്തിനും AI ഉപയോഗിക്കുന്നു. ടൂറിസത്തിൽ AIയിൽ പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടുകൾ വെർച്വൽ റിയാലിറ്റിയുടെ വിവരങ്ങൾ നൽകുകയും കേരളത്തിന്റെ ആകർഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ദുരന്ത നിവാരണത്തിനായി AI വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുകളും പ്രവചിക്കുന്നു. മികച്ച പ്രതികരണ തന്ത്രങ്ങളിൽ സഹായിക്കുന്നു. പൊതുഗതാഗതത്തിൽ AI റൂട്ടുകൾ ഒപ്റ്റിമൈസ് ചെയ്യുകയും കാര്യക്ഷമമായ ടിക്കറ്റിംഗ് സുരക്ഷാ സംവിധാനങ്ങളും പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. നമ്മൾ കണ്ടതുപോലെ AI നിരവധി നേട്ടങ്ങൾ കൊണ്ടുവരും, പക്ഷേ അത് അപകട സാധ്യതകളും കൊണ്ടുവരും. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ AI ശ്രദ്ധാപൂർവം ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ്. അതിന്റെ സാധ്യതയുള്ള അപകടങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് മികച്ച തിരഞ്ഞെടുപ്പുകൾ നടത്താനും സാങ്കേതികവിദ്യ നമുക്കെതിരായിട്ടല്ല മറിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും കഴിയും. ആ ഓർമ്മപ്പെടുത്തലോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. കണ്ടതിന് നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.